ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ 11 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. മോർണിംഗ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു സമയം എടുക്കില്ല, പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്നാൽ പിന്നെ അതിനു മുമ്പായിട്ട് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ, പാല്, ഷുഗർ, 1 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് ഇതേപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. 1 മുട്ട, അത് റൂം ടെമ്പറേച്ചറിലായിട്ടാണ് എടുക്കേണ്ടത്. ആദ്യമെല്ലാം നമുക്ക് പാലും മുട്ടയും പഞ്ചസാരയും പിന്നെ വാനില എസൻസും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡയും അതേപോലെ മൈദ മാവും കൂടി ചേർത്ത് എടുക്കുന്നത്. നമുക്ക് വിസ്കൊന്നും ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, അത് വെച്ചാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പാണ്. അപ്പോൾ 1 കപ്പാണെങ്കിൽ അതിൻ്റെ പകുതി കപ്പ് പാലെടുക്കണം, അതിൻ്റെയും പകുതി കപ്പ് പഞ്ചസാര എടുക്കണം. അതാണ് മെഷർമെൻറ്റ്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട. 1 ഗ്ലാസ് മൈദ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി, അതിൻ്റെയും 1/4 ഭാഗമായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി ഇതേപോലെ ഒന്ന് എടുക്കണം. ഇതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് റോബസ്റ്റ പഴമില്ലേ, ചിങ്ങപ്പഴം ഉണ്ടെങ്കിൽ അതും ഒന്ന് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ബനാന പാൻ കേക്കായി ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ടെക്സ്ചറിൽ വേണം, അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കി ഇതേപോലെ തന്നെ അപ്പം തന്നെ ഈ ബബിൾസ് വരാൻ തുടങ്ങും. നന്നായിട്ട് ഫുൾ ബബിൾ വരണ കാണുന്നില്ലേ, ആ ഒരു ബബിൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന പാൻ കേക്കാണ്. നമുക്ക് ഇതേപോലെ പാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ കുറച്ച് ഹണി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോക്കോസിൻ്റെ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഏതാണ് ഇഷ്ടം അത് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ടതിന് ശേഷം കൊടുക്കാം. അതുമല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ചെറുതായിട്ട് മധുരം ഇട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതാ നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ വരുമ്പോൾ അമ്മമാർക്കൊക്കെ ഒരു എന്തുണ്ടാക്കും എന്ത് കൊടുക്കുമെന്നോർത്ത് ടെൻഷനായിരിക്കും. ഒരു ദിവസമൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കുറച്ച് ഹണിയോ അല്ല കുറച്ച് ജാമോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മക്കളൊക്കെ നല്ല സ്വാദായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്കും പുതിയ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ഒരു ഇഷ്ടമാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.